ഹായ്, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു, നിങ്ങളും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഒരു കാര്യമുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കാൻ പോയപ്പോഴേ ഞാൻ ഇങ്ങനെ പാവയ്ക്ക മേടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു പാവയ്ക്ക ഞാൻ എടുത്ത് അരിയാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് അരിയൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് ഇതിനകത്ത് ഗ്രോ ബാഗ് ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അതിനകത്ത് ഞാനൊരു പാവയ്ക്കയുടെ ആ അരിയെല്ലാം കൂടി ഇതിനകത്ത് ഇട്ടു. അതിലൊരു 2-3 ഒന്ന് പച്ചപ്പായി പിടിച്ചു വന്നു. അപ്പോൾ അങ്ങനെ വന്നത് ഈ ഒരു പരുവത്തിൽ മുളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തൊരു ചെറിയ പന്തൽ പോലെ, എനിക്ക് വലിയ അറിവൊന്നുമില്ല എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ പന്തൽ ഉണ്ടോ, ഇങ്ങനെ കിണറിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പന്തൽ പോലെ ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവരതിനകത്ത് നല്ലപോലെ കയറി പച്ച പിടിച്ചു. ഇങ്ങനത്തെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതേണ്ട ഇതുപോലെ പന്തൽ പോലെയൊക്കെ ആയി അവരതിനകത്ത് കയറി ഇങ്ങനെ പിടിച്ചു. ഇപ്പം എനിക്ക് സന്തോഷം തോന്നാൻ കാരണം എന്താണെന്നറിയാവോ? ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടില്ല, വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു, പക്ഷേ എങ്കിലും ഞാൻ കണ്ടില്ല. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ പാവയ്ക്ക പിടിച്ച് നിൽക്കുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇത് കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ നട്ട ഒരു ചെടിയിൽ നിന്ന് ഒരു കായ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പയറും. ഇത് ഞാൻ പച്ചക്കറി മേടിച്ചപ്പോൾ ഒടിയൻ പയർ വാങ്ങുമല്ലോ, നമ്മളങ്ങനെ ഒടിയൻ പയർ വാങ്ങിയപ്പോൾ അതിൽ കിടന്ന് ഒരു അരി എടുത്ത് പാകിയതാണിത്. പാകിയതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഗ്രോ ബാഗ് ഇരിക്കുന്ന കണ്ടുകൊണ്ട് ജസ്റ്റ് ഞാൻ അതിനകത്തുടന്ന് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിനകത്തും പൂ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ട, ഇതിനേതേലും പൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാവലിലും പൂ വന്നിട്ടുണ്ട്, ശരിക്കും പൂ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുഞ്ഞി പാവയ്ക്ക. എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇതെൻ്റെ ചെറിയ വിളവുകളാണ് ഇതൊക്കെ. ഭയങ്കര സന്തോഷം തോന്നി, എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോഴത്തേക്കും. ഇങ്ങനെ പടർന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കാ പിടിക്കുമെന്ന്. ഞാൻ നട്ടെങ്കിലും ഇതങ്ങോട്ട് ക്ലിയർ ആവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത ഒരു ചെറിയ കൃഷിയാണ് കേട്ടോ പച്ചമുളക്. നമ്മുടെ വീട്ടമ്മമാർക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. നല്ലതായിട്ട് മുളകൊക്കെ പിടിക്കുന്നുണ്ട്. കാണിച്ചു തരാതെ കണ്ട, ഇങ്ങനെ ശരിക്കും കായൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഞാനൊരു ചെറുതായിട്ട് എനിക്ക് പച്ചക്കറി കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനകത്ത് നിന്നത്, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് കടയിൽ പോയി മേടിക്കുന്നതൊന്നും അല്ല കേട്ടോ. പിന്നെ അങ്ങനെ മേടിച്ചതാണേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിയുന്നതിൻ്റെ വേസ്റ്റ് വെള്ളം ഞാൻ ഈ തെങ്ങിൻ്റെ ചുവട്ടിലോട്ടാണ് ഇടുന്നത്. അപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇട്ടപ്പോൾ അവിടെ കിടന്നിട്ട് ഒരു മത്തൻ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുത്ത്, വലിയ കൃഷി പോലെയൊന്നും ചെയ്തൊന്നുമില്ല, പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ കുറച്ച് ഇതൊക്കെ വാരിയിട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അത് ഇത്രയും മുളച്ചിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഇത്രയും പടർന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാനതിന് കുറച്ച് മണ്ണൊക്കെ എൻ്റെ ചവിട്ടി വെട്ടിയിട്ട് കൊടുത്തേ ഉള്ളൂ. ഇങ്ങനെയൊന്നും കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എങ്കിലും ഇന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോൾ അതിലും ഒരു കാ പിടിച്ചിട്ടുള്ളതായിട്ട് കണ്ടു. എനിക്കത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. കണ്ടോ അതേലും ഇന്ന് 2 ഉണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം, അത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. കണ്ടോ, ഒരെണ്ണം കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ വെള്ള കാന്താരി. ഇതും ഇവിടെ വീണ് കിളിച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിയതാണിത്. ഇത് നമുക്ക് പിന്നെ കാക്കക്കഷ്ടത്തിൽ നിന്നോ മറ്റോ വീണതാണെന്ന് തോന്നുന്നു, അല്ലാതെ ഇങ്ങനൊരു വെള്ള കാന്താരി ഇവിടെ വരാൻ വഴിയില്ല. അങ്ങനെ ഇവിടെ ഒരു കാന്താരി അങ്ങനെ വളരുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാനത് നിങ്ങളിലോട്ടും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പച്ചക്കറി കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ അയ്യത്തൊക്കെ വലിച്ചെറിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല പച്ചക്കറി തോട്ടം പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. വലിയ വിഭവങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ചെറിയൊരു തോതിലൊരു ചെറിയൊരു പച്ചക്കറികളൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇതൊരു ചെടിയല്ല കേട്ടോ, ഒരു വള്ളി പോലെ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലൊരു ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട്, അത് ചെടിച്ചട്ടിയല്ല ഗ്രോ ബാഗിനകത്തായിരുന്നു, അതിങ്ങനെ വെച്ചിട്ട്
ഇതിങ്ങനെ ഭിത്തിയിലൂടെ ഇങ്ങനെ പടർത്തി വള്ളി കെട്ടി സപ്പോർട്ട് ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കിത് കണ്ടപ്പം എനിക്ക് ഭയങ്കര ഭംഗി തോന്നി കേട്ടോ. ഇതിൻ്റെ ഇല ഇങ്ങനെ നല്ലതായിട്ട് പടർന്ന് നിൽക്കുമ്പോൾ ഒരു വെറൈറ്റി കളർ പോലെ. വെറൈറ്റി കളറല്ലേ, കളറുണ്ട് എങ്കിൽ തന്നെ ഇങ്ങനൊരു ചെടി ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ചെടിയല്ല, ഇത് കപ്പക്കിഴങ്ങാണെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ കപ്പക്കിഴങ്ങ് ഇല കണ്ടിട്ടുള്ളത് പച്ചയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കൗതുകം തോന്നിയിട്ട് ഞാനും അവരുടെ കയ്യിൽ നിന്ന് ഒരു തണ്ട് മേടിച്ച് കൊണ്ട് നട്ടതിൽ നിന്ന് പൊട്ടിക്കിളിച്ച ഭാഗമാണ് ഇതും ഈ 2 ഭാഗം. ബാക്കിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്ന ഇലയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലുള്ള കപ്പക്കിഴങ്ങിൻ്റെ ഇല കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ ഇങ്ങനൊരു കപ്പക്കിഴങ്ങുള്ളതായിട്ട്? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ, നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വിത്തുകളൊക്കെ നമ്മൾ പാകിയ അതും കിളിക്കും. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ അത് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. വലിയ കൃഷിത്തോട്ടമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ചെറിയ തോതിലൊക്കെ നമുക്കൊരു പച്ചക്കറികൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അത് നമുക്ക് അടുക്കളയിൽ നിൽക്കുന്ന അമ്മമാർക്ക് അതൊരു വലിയ സന്തോഷവും ആവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ കിട്ടുന്ന പച്ചക്കറിയിൽ നിന്നുള്ള വിത്തുകളൊക്കെ പാകി കിളിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ.